called as daughters because we have a heavenly Father, who will never ever fail us. He is the rock of ages and his love is unconditional. Praise the Lord. Hallelujah. Thank you, Lord. Thank you, Lord. Daughters, rejoice, because Jesus loves you. Thank you, Lord. You are God's masterpiece. Ephesians 2:10 says that you are God's masterpiece, wonderfully and fearfully made. Psalm 139 verse 14. Hallelujah. You are royal diadem and crown in glory in the hands of the Lord. Isaiah 62 and verse number 3. Daughters are a great asset to the family, in a home, in the kingdom of God and in the body of Christ. അനർത്ഥ ദിവസത്തിൽ വിടുവിക്കപ്പെടുവാനായി ഉള്ള ഒരു മർമ്മമാണ് എളിയവരെ നാം ആദരിക്കണം. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഏത് അനർത്ഥത്തിൻ്റെ അവസ്ഥയിലും ദൈവം നമ്മെ വിടുവിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ഇന്നും വിശ്വസിക്കുന്നെങ്കിൽ അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീ എലീശയുടെ കാലിൽ മുറുകെ പിടിച്ചതുപോലെ പിടിക്കുവാൻ നാം തയ്യാറാണോ? അപ്പാ, എന്നെ വിടുവിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവളുടെ അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിച്ചതിൻ്റെ കാരണം അവളുടെ നല്ല കാലത്ത് അവൾ ഈ എളിയ ദാസനെ അവൾ ആദരിച്ചു. നാം എല്ലാവരും ഫേവറിന് വേണ്ടി ആഗ്രഹിക്കും. നമുക്ക് അവിടുന്ന് ഫേവർ ലഭിക്കണം. അധികാരികളുടെ ഇടയിൽ നിന്ന് ഫേവർ ലഭിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ഫേവർ ലഭിക്കണം. നമ്മുടെ ബിസിനസ്സിൽ ഫേവർ ലഭിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഫേവർ ലഭിക്കണം. അതെ, നമുക്ക് ഈ വർഷം കിട്ടിയ വാക്യവും ഫേവറാണ്. അത് ദൈവം നമുക്ക് തരിക തന്നെ ചെയ്യും. ഈ ഫേവർ എങ്ങനെ ലഭിക്കും? അവളുടെ ആകുന്ന കാലത്ത്, അവൾ സമ്പന്നയായി ജീവിച്ച സമയത്ത് അവൾ എളിയവനെ ആദരിക്കുവാനായി തീരുമാനിച്ചു. അനർത്ഥ ദിവസം എന്തും വന്നുപോകട്ടെ, നിന്റെ ജീവിതത്തിൽ വന്നു പോകട്ടെ, നിന്റെ രാജ്യത്ത്, നിന്റെ ദേശത്ത് അനർത്ഥം വന്നു പോകട്ടെ, നിന്റെ ദേശത്ത് ക്ഷാമം വന്നു പോകട്ടെ, എല്ലായിടത്തും നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. നിനക്ക് വിശ്വസിക്കുവാൻ സാധിക്കുമോ? എൻ്റെ ഭാരങ്ങളെ, എൻ്റെ പ്രയാസങ്ങളെ, എൻ്റെ ദുഃഖത്തെ, എൻ്റെ നെടുവീർപ്പിനെ കാണുന്ന ഒരു ദൈവം, എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. അവനല്ലാതെ ഞാൻ ആശ്രയിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിന്റെ ഹൃദയത്തിൽ കാറുമെങ്കിൽ ഒരു ക്ഷാമവും 7 വർഷത്തിൽ കൂടുതൽ നിൽക്കുകയില്ല. നീ എണ്ണി വെച്ചോ, നിന്റെ 7 വർഷം നഷ്ടപ്പെട്ടെങ്കിൽ അത് മുഴുവൻ ഇന്ന് ദൈവം മടക്കിത്തരും.